ശിവൻ, രുദ്രൻ, ഭൈരവൻ മൂന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യം പറഞ്ഞ പോലെ ശിവൻ ബോധസ്വരൂപനാണ്. ശിവൻ ഒരു കൃത്യത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപത്തെ, ഞാനത് 2 വർഷം പറഞ്ഞുതരാം. ശിവൻ ഒരു കൃത്യത്തെ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് രൂപത്തെ എടുത്താൽ അതിന് പറയുന്നതാണ് രുദ്രൻ. വിഷ്ണു രുദ്രനാണ്, ബ്രഹ്മാവ് രുദ്രനാണ്. അങ്ങനെ ഏകാദശ രുദ്രന്മാരുണ്ട്. ക്ലിയർ ആയല്ലോ? രുദ്രൻ വീണ്ടും ഒരു താഴേക്കുള്ള ഒരു കൃത്യത്തെ കൈക്കൊള്ളാൻ ഒരു രൂപത്തെ സ്വീകരിച്ചാൽ അതിന് പറയുന്നത് ഭൈരവൻ. അപ്പോൾ നരസിംഹമൂർത്തി ആരാണ്? വിഷ്ണു ഭൈരവൻ എന്ന് തന്നെയാണ് ആ തെയ്യത്തിന് പറയുന്നത്. നരസിംഹവും ശരഭവും ഒക്കെ ഇത്രേ ഉള്ളൂ. അസംഖ്യം ഭൈരവന്മാർ. ഈ 8 ഭൈരവനൊന്നുമല്ല, ഈ 8 അസിതാങ്കാദി ഭൈരവന്മാരുണ്ട്. ഓരോ ദിക്പാലകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അസിതാങ്കൻ, രുരു, ചണ്ടൻ എന്നൊക്കെ പറഞ്ഞു പോകും. കപാലി, ഭീഷൻ, ഇങ്ങനെ പോവും. അത് ഭദ്രാളിയുടെ പുറത്തെ ദാസന്മാരായിട്ടും ഒക്കെ കണക്കാക്കും. അതൊക്കെ പ്രധാനപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ടത് പിന്നെ വടുക ഭൈരവൻ, കുട്ടിയുടെ രൂപത്തിലുള്ള ഭൈരവൻ, കാലഭൈരവൻ, കാലസംഹാരമൂർത്തി. പിന്നെ കുറച്ചുകൂടെ ലേറ്ററായിട്ട് പറയാം, വേദം എന്തിനെ രുദ്രനെ വിളിച്ചോ അതിനെ തന്ത്രം വിളിച്ച പേരാണ് ഭൈരവൻ. പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ബോധമയനായിട്ടുള്ള ശിവനെ സമീപിക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പമാണ് ഭൈരവനെ സമീപിക്കുക. കാരണം അത് ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. വൈക്കം ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും രണ്ടും ശിവനാണ്. പക്ഷേ വൈക്കം ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുന്ന ഫലമല്ല. അത് ഐതിഹ്യമാലയിലൊരു കഥയുണ്ട്. വൈക്കത്തപ്പൻ തന്നെ പറഞ്ഞ് പട്ടിണി കിടന്ന ആളെ പറഞ്ഞു വിടുന്ന ഒരു കഥ.